നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേര് വെയിറ്റ് ലോസ് ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് റെസിപ്പീസ്, ഡയറ്റ് പ്ലാൻ ഒക്കെ പറയാവോന്നൊന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനറലി ഉള്ള വെയിറ്റ് ലോസ് നമുക്ക് ശരിക്കും അതിന്റെ റിക്വയർമെന്റ് ഉണ്ടോ, റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇഷ്ടം പോലെ ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. വെയിറ്റ് ലോസ് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് റെസിപ്പീസ് ഒക്കെ പറഞ്ഞു നോക്കുമ്പോൾ യൂട്യൂബിലായിക്കോട്ടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ആയിക്കോട്ടെ ഇഷ്ടംപോലെ റെസിപ്പീസ് അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ളതാണോ, നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 30 വയസ്സുള്ള ഒരാള് ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കിപ്പം അടുത്ത ഒരു 50 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 70 വർഷത്തേക്ക് ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം ഫോളോ ചെയ്യുമ്പോഴത്തേനും ചില വെയിറ്റ് കുറഞ്ഞേക്കാം. പക്ഷെ അടുത്തൊരു 2 മാസം നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ ആ പോയ വെയിറ്റ് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അപ്പൊ അത് പലരും പറയുന്ന പ്രശ്നമാണ്. ഡോക്ടേഴ്സിന്റെ അടുത്ത് പലരും വന്നിട്ട് പറയും, ഡോക്ടറെ ഞാൻ ഡയറ്റ് ചെയ്ത് നന്നായിട്ട് വെയിറ്റ് കുറച്ചു, 2 മാസം നന്നായിട്ട് ഡയറ്റ് ചെയ്തപ്പോഴത്തേനും വെയിറ്റ് കുറഞ്ഞു, പക്ഷെ 1 മാസം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അപ്പൊ വീണ്ടും പഴയതിനെക്കാട്ടി കൂടുതൽ വെയിറ്റ് വന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് നോക്കുക. ഇനി നമുക്ക് വെയിറ്റ് ലോസ് വേണോ വേണ്ടെന്ന് എങ്ങനെ അറിയാം? കാരണം ഒത്തിരി പേര് ഈ ഡയറ്റ് പ്ലാൻസ് ഒക്കെ എടുത്ത് അണ്ടർ വെയിറ്റ് ആയി പോവുകയും ഒത്തിരി ഡെഫിഷ്യൻസീസ് വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് വെയിറ്റ് ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് മാത്രമായിട്ട് നമ്മൾ ഒരു പാരാമീറ്റർ ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. എപ്പോഴും ഒരു ഹൈറ്റ് വെച്ചുള്ള കമ്പാരിസൺ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആദ്യം അവരവരുടെ ഡയറ്റ് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരവരുടെ BMI ഒന്ന് കണ്ടുപിടിക്കുക. BMI കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ്. വെയിറ്റ്, കിലോഗ്രാമിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് ഹോൾ സ്ക്വയർ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ BMI നോക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് BMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് അടിച്ച് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ BMIയുടെ വാല്യൂ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഏത് സോണിലാണെന്ന് നോക്കുക. അതായത് നോർമൽ സോൺ എന്ന് പറയുന്നത് 18.5 to 24.9 ആ റേഞ്ചിനകത്തുള്ളതാണ് നിങ്ങളുടെ BMI എങ്കിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാനിന്റെ യാതൊരു ആവശ്യവും ഇല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും അതിന് മേളിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറ്റിയാണ്. അതായത് BMI നോക്കുമ്പോൾ 24.9 മേളിലാണ്, 25 മുതൽ അങ്ങോട്ടാണ്. അപ്പൊ ആ രീതിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ വെയിറ്റ് കുറച്ച് BMI കറക്റ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ളവർ മാത്രമാണ് ശരിക്കും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പറയുള്ളൂ. ഈസി ആയിട്ട് നമ്മൾ ഏകദേശം നമ്മൾ ഏത് റേഞ്ചിൽ വരും എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഹൈറ്റ് നോക്കുക. ഇപ്പം ഉദാഹരണത്തിന് ഹൈറ്റ് ഒരു 165 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 165 സെന്റിമീറ്റർ പൊക്കം ഉള്ള ഒരാൾക്കാണെങ്കിൽ, ലേഡീസിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഏകദേശം മൈനസ് ഒരു 100, അതായത് ഒരു 65 കിലോ, 165 സെന്റിമീറ്ററിന് ഒരു 65 കിലോ. അതിനെക്കാട്ടിലും ഐഡിയൽ ഏറ്റവും കറക്റ്റ് എന്ന് പറയുന്നത് 1-2 കിലോ കുറച്ച്, അതായത് ഒരു 63 കിലോസ്, 63 to 65 എന്ന് നമുക്ക് റഫ്ലി പറയാം. അതാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവരവരുടെ വെയിറ്റ് നോക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങളും നോക്കിയിട്ട് വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ നോക്കുമ്പോൾ വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ BMI കൂടുതലാണെങ്കിൽ മാത്രം ഈ ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ, ഇത് മാത്രമല്ല ഏത് രീതിയിലുള്ള വെയിറ്റ് ലോസ് ആയിട്ടുള്ള വേണ്ടിയുള്ള ഡയറ്റ് പ്ലാനും എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ചെയ്തുകൊണ്ട് ഇന്ന് വെയിറ്റ് കുറയില്ല. ഇന്ന് നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിന്റെ ഇഫക്റ്റ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി അയ്യോ ഇന്ന് ഞാൻ ഡയറ്റ് ചെയ്തു നാളെ എന്റെ വെയിറ്റ് കുറഞ്ഞു അങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വളരെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഫാൻസി ഡയറ്റ്, അപ്പം നമ്മുടെ വീട്ടിൽ വേറെ ആരും കഴിക്കാത്ത ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് സോഷ്യലിയും കൾച്ചറലിയും ഫിനാൻഷ്യലിയും ഒക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള
ഒരു ഡയറ്റ് പ്ലാൻ ഒരാൾക്ക് ചേരുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ചേരില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഡയറ്റ് പ്ലാനിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് ഡയറ്റ് ചെയ്താലും അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ 2 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിനും വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. വെള്ളത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എത്ര നന്നായിട്ട് ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്യുന്നില്ല, ആ ഒരു പാർട്ട് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് വളരെ സ്ലോയിലേ കുറയുള്ളൂ. കുറയൂല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ചും വെയിറ്റ് ഒത്തിരി കൂടുതലുള്ള ആൾക്കാർക്ക് അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഡയറ്റിന്റെ കൂടെ എക്സസൈസും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംബോ പാക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്മൾ അച്ചീവ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഏതൊരു ഡയറ്റ് പ്ലാൻ എടുത്താലും ഒറ്റയടിക്ക് ഇപ്പൊ 1 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം അങ്ങനെയുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ 1 മാസം നമുക്കൊരു 1.5-2 കിലോ അല്ലെങ്കിൽ 1 കിലോ ആ രീതിയിൽ ടാർഗറ്റ് വെച്ച് പതുക്കെ പതുക്കെ വെയിറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം ഒറ്റയടിക്ക് ഈ പറയുന്ന പോലെ 10 കിലോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 1 മാസം ചിലപ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ ഒത്തിരി വെയിറ്റ് കൂടാം. കാരണം ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റിലായിരിക്കും ഈ 1 മാസം കൊണ്ട് 10 കിലോ ഒക്കെ കുറയുന്നത്. അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഡയറ്റ് ഹാബിറ്റ്സിൽ നിന്ന് കുറച്ച് പതിയെ വെയിറ്റ് കുറയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം? അപ്പൊ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ ലാസ്റ്റ് ഒരു 1 വീക്കില് നമ്മൾ കഴിച്ചിട്ടുള്ള എല്ലാ ആഹാരങ്ങളും ഒരു ലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ആക്കുമ്പോൾ ഒരു ഫുഡും വിടാൻ പാടില്ല. നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്ന സ്നാക്സ്, നമ്മൾ മെയിൻ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിന് കഴിക്കുന്ന ഫുഡ്, ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്നുണ്ടോ, കോള കുടിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചത്തെയെങ്കിലും നമ്മൾ ആദ്യം എഴുതി വെക്കുക. അപ്പൊ ഇത് വെച്ച് വേണം നമുക്കൊരു പുതിയ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് ഫോളോ ചെയ്തു പോകാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഉള്ള ഡയറ്റിനെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരാഴ്ചത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചു. ഇനി 3 തരത്തിലുള്ള മാർക്കിംഗ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റെഡ് കളറിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറയ്ക്കേണ്ട, പറ്റുമെങ്കിൽ 0 ആക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ട് 5 കാര്യങ്ങൾ. അതിലൊന്ന് ഓയിലില് ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ളത്, ഏത് ഓയിലോ ആയിക്കോട്ടെ, ഓയില് ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഓയില് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് പിക്കിൾ പോലെ, അച്ചാർ പോലെയുള്ളത്, അതുപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന എല്ലാ കാര്യങ്ങളും റെഡ് സോണിൽ വരും. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ആഹാരങ്ങൾ. അപ്പൊ ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ആഹാരങ്ങളിൽ മൈദ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും. അപ്പൊ ഇത് 3ഉം നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ബേക്ക് ചെയ്തുണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും ഇൻക്ലൂഡിങ് ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ്, ആ രീതിയിലുള്ള എല്ലാം അതിനകത്ത് വരും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് ചെയ്ത് ഒത്തിരി പ്രോസസ്സിങ് കഴിഞ്ഞ് നമുക്ക് കൈ കിട്ടുന്ന ഫുഡ്, പ്രോസസ് ചെയ്യുന്ന ക്യാൻഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി വരുന്നത്. ഇനി നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ്സ്. ഇപ്പം ഫ്രൂട്ട്സിന്റെ നാച്ചുറൽ ഷുഗർ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വീറ്റ്നെസ് വലിയൊരു പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ പഞ്ചസാര ആ രീതിയിൽ ചേർത്തിട്ടുള്ള സ്നാക്സ്, ബേക്കറി സ്വീറ്റ്സ് എന്നൊക്കെ പറയാം, ലഡു, ജിലേബി, പേസ്ട്രീസ്, ഐസ്ക്രീം, അതുപോലെയുള്ള ആഹാരങ്ങളാണ് ഈ നാലാമത്തതിനകത്ത് വരുന്നത്. ഇനി അവസാനത്തെ കാറ്റഗറിയിൽ വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിവറേജസ് നമ്മൾ പറയും, അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. നമുക്ക് കോള, പെപ്സി, അതുപോലെ തന്നെ ജ്യൂസസ് ഉണ്ടല്ലോ, പ്രോസസ് ചെയ്ത് വരുന്ന ജ്യൂസസ്, ഇതെല്ലാം ഈ 5ാമത്തെ കാറ്റഗറി വരും. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ റെഡ് സോണിൽ ഇരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ഇത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മൾ ഒരാഴ്ച എഴുതിയ ഡയറ്റില് ഇത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ട സംഗതികൾ. അപ്പൊ അതാണ് റെഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യെല്ലോ സോൺ എന്ന് നമുക്ക് പറയാം. യെല്ലോ കാറ്റഗറിയിൽ വരുന്ന
ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെയിൻ ആയിട്ട് അരി കൊണ്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ. അരി കൊണ്ടുണ്ടാക്കുന്ന വെച്ചാൽ ഒന്ന് ചോറ് വരും, അല്ല നമ്മൾ ഇഡ്ഡലി, ദോശ, അപ്പം, ഇടിയപ്പം അതൊക്കെ വരും. രണ്ടാമത്തത് ഗോതമ്പിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, ചപ്പാത്തി, ഗോതമ്പ് പുട്ട്, അപ്പൊ ഇതൊക്കെ അതിനകത്ത് വരും. അതുപോലെ തന്നെ റവ. ഈ 3 സംഭവങ്ങൾ, അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, റവ ആയിക്കോട്ടെ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ യെല്ലോ കാറ്റഗറിയിൽ വരും. ഇതിന്റെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുറച്ചൊന്ന് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. വെയിറ്റ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് നമ്മൾ കുറയ്ക്കണം. 0 ആക്കാനോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനോ അല്ല പറയുന്നത്. ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ക്വാണ്ടിറ്റി മാത്രം കുറയ്ക്കുക. ഇനി 3ാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ ഗ്രീൻ കാറ്റഗറി എന്ന് പറയുന്നത്. അതിൽ ഈ ഗ്രീൻ കാറ്റഗറിയിൽ വരുന്നത് പ്രധാനമായിട്ടും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും. അപ്പോ ഗ്രീൻ കാറ്റഗറി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ കാറ്റഗറിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ഒരാഴ്ചയിൽ ചിലര് ഇങ്ങനത്തെ ഒരു 1 വീക്കിലെ ഡയറ്റ് പ്ലാൻ പറയുമ്പോഴത്തേനും ആക്ച്വലി ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിന്റെ അളവാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡയറ്റിൽ കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ഡയറ്റിനെ തന്നെ റെഡ്, യെല്ലോ, ഗ്രീൻ അങ്ങനെയാക്കി മാറ്റാം. അപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ വരും നമ്മൾ എന്തൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് പൊതുവെ വെയിറ്റ് കൂടുന്നത്, എന്തൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇത് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, ക്വാളിറ്റി ശ്രദ്ധിക്കണം ഈ ഫുഡില്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു ചിക്കൻ ഒരു പീസ് എടുക്കുക, ചിക്കൻ ഒരു പീസ് നമ്മൾ അധികം ഓയിൽ ചേർക്കാതെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ശരീരത്തിന് നല്ല പ്രോട്ടീനാണ്. പക്ഷെ ഇത് തന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കാലറീസ് വ്യത്യാസം വരും. നമുക്ക് വെയിറ്റ് ലോസിന് അപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അപ്പം ക്വാളിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്, ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈമിങ്. കാരണം നമ്മൾ ഇപ്പം രാവിലത്തെ ഫുഡ് ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കുന്നു, അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് ലേറ്റ് ആവും, രാത്രിയത്തെ ഫുഡും ലേറ്റ് ആവും. ഐഡിയലി രാത്രി ഉറങ്ങുന്നതിന് ഒരു 2 hours ബിഫോർ എങ്കിലും ഫുഡ് കഴിക്കുക. ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കുന്നവരിൽ തടി പെട്ടെന്ന് കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ടൈമിങ്ങും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ 3 കാറ്റഗറിയും ഞാൻ പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ വെച്ച് ഒരു ഏകദേശ ഡയറ്റ് പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, നമ്മൾ എപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്താലും പ്ലേറ്റിന്റെ 1/3 ഭാഗത്ത് വേണം ചോറായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, എന്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം 1/3 ഭാഗത്ത് വേണം എടുക്കാനായിട്ട്. ബാക്കി 1/3 ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ താല്പര്യമുള്ളവരുണ്ടാവും, അല്ല നോൺ വെജ് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് 1 കപ്പ് വരെ കടല, പയറ്, പരിപ്പ് അതൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കാം. ഒരു നേരത്തെ കാര്യം ഞാൻ പറയുന്നത്, ഒരു മുട്ട കഴിക്കാം. അല്ലെങ്കിൽ ഒരു പീസ് ഫിഷ്, ഒരു പീസ് ചിക്കൻ, ഇതൊക്കെ കറി വെച്ച് കഴിക്കാം. ഇതൊക്കെ നമുക്ക് ബാക്കിയുള്ള സെക്കൻഡ് 1/3 വരും. ഇനി 3ാമത്തെ 1/3 വരുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും. അതില് വെജിറ്റബിൾസ് തന്നെ കഴിയുന്നതും ഓയിൽ കുറവുള്ള കറികൾ, ഉദാഹരണത്തിന് തോരൻ, അവിയല്, അങ്ങനെ ഒത്തിരി ഓയിൽ ചേർത്ത് വഴറ്റി ഉണ്ടാക്കുന്ന കറികൾ ഒഴിവാക്കിയിട്ട് അധികം ഓയിൽ ചേർക്കാത്ത വെജിറ്റബിൾ കറികൾ കഴിക്കാം. ഇനി കറികൾ തന്നെ കഴിക്കണം നിർബന്ധമില്ല, സാലഡ്സ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഡെയിലി ഒരു ഫ്രൂട്ട് ഒരു നേരം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഈ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കാം. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഈ രീതിയിൽ കഴിക്കാം. ഇനി ചോറ് കഴിക്കാവോ? പലരും പറയുന്ന കാര്യമാണ്, ഡോക്ടർ ഞാൻ ചോറ് കഴിച്ചിട്ട് 2 ആഴ്ചയായിട്ട് ചോറ് കഴിക്കാതെ നോക്കുക, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. ചോറ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കിയോണ്ട് മാത്രം ഒരാൾക്ക് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. ചോറ് കഴിക്കുന്നോണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി തെറ്റില്ല. പക്ഷെ അതിന്റെ കൂടെ കഴിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ 1 സ്പൂൺ ചോറ് കഴിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 സ്പൂൺ തന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് എന്തെങ്കിലും കടലയോ പയറോ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ നമ്മൾ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആ രീതിയിൽ കഴിക്കാം. അപ്പൊ 3 മെയിൻ മീൽസും നമ്മൾ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ചിലർ പറയും ഈ രാവിലെ ഞാൻ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും, പക്ഷെ എനിക്ക് ഉച്ചയാകുമ്പോൾ വിശക്കും, ചോറ് കഴിക്കുന്ന സമയത്തിന് മുന്നേ വിശക്കും. അത് എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ രാവിലെ ചിലപ്പോൾ 1 ദോശയായിരിക്കും കഴിക്കുന്നത്, 1 ദോശയും കുറച്ച് ചമ്മന്തി ആയിരിക്കും കഴിച്ചിട്ട് പോകുന്നത്. അത് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ദഹിച്ചു പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശക്കും. അതിന് പകരം നമ്മൾ 1 ദോശയോ 1 മുട്ട, അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ ആ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി
വെയിറ്റും കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, വിശപ്പും കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. അല്ല സ്റ്റിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് വിശക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ രാവിലെ 8 മണിക്ക് കഴിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ വിശക്കും. ആ സമയത്ത് നമുക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സ് നല്ലൊരു പ്രോട്ടീനാണ്. അപ്പൊ ദിവസം ഒരു 10 നട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുപോകാം. ഒരു അര ബൗള് വരെ, ഒരു 250 ml കപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മുക്കാൽ കപ്പ് വരെ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. സാലഡ്സ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ നമുക്ക് മുളപ്പിച്ച പയറ്, വേവിച്ച കടല, ഇതൊക്കെ ഓയിൽ ചേർക്കാത്തതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളത് ഇൻ ബിറ്റ്വീൻ വിശക്കുമ്പോൾ ഒരു കപ്പ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഈ രീതിയിൽ ഇൻ ബിറ്റ്വീൻ ചിലർക്ക് 11 മണിക്ക് വിശക്കും, ചിലർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വിശക്കും. അപ്പൊ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഈ രീതിയിൽ നോക്കാം. പിന്നെ ചായ കോഫി ഒക്കെ കുടിക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട് വെയിറ്റ് ലോസ് നോക്കുമ്പോൾ. ആക്ച്വലി ദിവസം 1-2 ചായ കുടിക്കുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ കുടിക്കുന്നതാണ് കുറച്ചുകൂടെ വെയിറ്റ് കുറയാൻ നല്ലത്. അത് കഴിയുന്നത് പഞ്ചസാര ഒഴിവാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കാലറീസ് കൂടും. നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലറീസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നോ അതിനെക്കാട്ടിലും കുറച്ച് കാലറീസേ നമ്മൾ ഉള്ളിൽ ചെല്ലാവുള്ളൂ. പക്ഷെ നമുക്ക് വിശക്കാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിന്റെ ലെവല് കുറയ്ക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലറീസ് കുറയും. പിന്നെ വിശപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രോട്ടീന്റെ ഒരു കണ്ടന്റ് നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഫൈബർ മസ്റ്റ് ആയിട്ട് വേണം നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി. അതിനാണ് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാൻ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ സ്വന്തം ഡയറ്റ് സ്വന്തമായിട്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. കാരണം ഞാനിപ്പോ രാവിലെ ഇത്ര കഴിക്കൂ, ഉച്ചയ്ക്ക് ഇത്ര കഴിക്കൂ, രാത്രി ഇത്ര കഴിക്കൂ എന്ന് പറഞ്ഞ് കാലറീസ് മെഷർ ചെയ്ത് തന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഡയറ്റ് നോക്കുക. അതിനകത്ത് ഞാൻ ഈ പറയുന്ന പോലെ ആ റെഡ് കാറ്റഗറിയിൽ മാർക്ക് ചെയ്യുന്നത് മാക്സിമം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏത് ടൈമിലാണ് നിങ്ങൾ കഴിക്കുന്നത് നോക്കുക. അപ്പൊ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക. ആ രീതിയിൽ നമുക്ക് ആ റെഡ് കാറ്റഗറി മാക്സിമം കുറയ്ക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ യെല്ലോ കാറ്റഗറി അളവ് കുറയ്ക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ചോറ്, ഗോതമ്പ്, ആ രീതിയിലുള്ളത്. അപ്പൊ അതിന് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒന്നുകിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അത് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ പോർഷൻ സൈസ് കുറയും. ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മുടെ എല്ലാവരുടെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? പ്ലേറ്റിൽ ആദ്യമേ നമ്മൾ ചോറെടുക്കും. പ്ലേറ്റിന്റെ മുക്കാൽ ഭാഗവും നമ്മൾ ചോറെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാൽ ഭാഗത്താണ് ബാക്കി എല്ലാ കറികളും കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കുറച്ചൊന്ന് മാറ്റാം. ആദ്യമേ വെജിറ്റബിൾസ് എടുക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ 1/3 എടുക്കുക, 1/3 പ്രോട്ടീൻ എടുക്കുക, 1/3 കാർബോഹൈഡ്രേറ്റ് എടുക്കുക. ചോറോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. ചോറ് കഴിച്ചുകൊണ്ട് മാത്രം ആരും തടി കൂടാൻ പോകുന്നില്ല. ഉള്ളി പോർഷൻ സൈസ് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഒരു കപ്പ് വെച്ച് കഴിച്ചുകൊണ്ട് വലിയ ഇഷ്യൂ വരത്തില്ല. വെയിറ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ എക്സസൈസ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെയിറ്റ് കൂടുതൽ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ ഒരു 160 സെന്റിമീറ്റർ ഒക്കെ ഉള്ളൂ, 80 കിലോ വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം 20 കിലോ അവരുടെ എക്സസ് വെയിറ്റ് ആണ്. അവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് 60 ആണ്, ഇപ്പൊ ഒരു 65 ഉണ്ട്, അല്ലെങ്കിൽ ഒരു 68 ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ ഡിഫറൻസ്. അങ്ങനെയുള്ള ഡിഫറൻസ് കുറവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പം അവർ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കണം വെയിറ്റ് കുറയാനായിട്ട്. അപ്പൊ ഈ കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന, അതായത് ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു ഡയറ്റ് ഉണ്ടാക്കുക. കാരണം ഇപ്പൊ ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അതിനുവേണ്ടി ഫാമിലിയിൽ എല്ലാവരും ആ ഡയറ്റ് കഴിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അവിടുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. കാരണം